കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെ അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ സർവേ റിസൾട്ടുകൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പുറത്തു വന്നിട്ടുള്ള കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും പലയിടങ്ങളിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. നിർണായകമായിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ, അതോടൊപ്പം തന്നെ ഈ പ്രാവശ്യം സംഭവിക്കാൻ പോകുന്ന ചില അട്ടിമറികളൊക്കെ തന്നെയും വളരെ വലിയ തോതിൽ ഏറ്റവും സംഭവിക്കാൻ സാധ്യത ഏറിയ സ്ഥലങ്ങൾ നിരവധി കേരളത്തിൽ ഉടനീളം 140 നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അതിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പുറത്തു വന്ന ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും ഒരു പ്രധാനപ്പെട്ട സ്ഥലം, അതായത് ധർമ്മടം, കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടം, ഈ നിയമസഭാ മണ്ഡലം നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന ഒരു കാര്യം LDFിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഉരുക്ക് കോട്ടയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതായത് കഴിഞ്ഞ കാലയളവിലുള്ള തെരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ തന്നെ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അതായത് വ്യക്തമായിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തിലാണ് അവിടെ ഇടതുപക്ഷം വിജയിച്ച് കയറുന്നത്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന UDF ആയാൽ പോലും വളരെ പിന്നിലായിട്ടാണ് നിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വ്യക്തമായിട്ടുള്ള സ്വാധീനം ഇടതുപക്ഷത്തിനുണ്ട്. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതായത് പിണറായി വിജയൻ തന്നെ വീണ്ടും മത്സരിക്കുമ്പോഴത്തേക്കും ഭൂരിപക്ഷം വർദ്ധിക്കുമോ, അതോ ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടാകുമോ, അതുമല്ല അവിടെ ഒരു അട്ടിമറി ഉണ്ടാകുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് സർവേ റിസൾട്ട് പ്രകാരം ധർമ്മടത്ത് പിണറായി വിജയന് അവിടെ വോട്ട് ശതമാന കണക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു ടൈറ്റ് മത്സരം അവിടെ നേരിടേണ്ടി വരാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അതായത് അവിടെ പിണറായി വിജയന് വിജയം നേടാനാകുമെന്ന് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. പക്ഷേ 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു വിജയശതമാന കണക്കെന്ന് പറയുന്നത് ഏറ്റവും വലിയ തോതിലായിരുന്നു. അതായത് 95,522 വോട്ടുകൾ പിണറായി വിജയൻ അവിടെ നേടിയിട്ടുണ്ടായിരുന്നു. അവിടെ INC നേടിയത് 45,000 ആയിരുന്നു. അതായത് വലിയൊരു ഭൂരിപക്ഷം നേടാനായിട്ട് അന്ന് അവിടെ സാധിച്ചിട്ടുണ്ടായിരുന്നു. BJPക്ക് അന്ന് 14,000 സംതിങ് ആയിരുന്നു വോട്ട്. ഇത് 2016 അപേക്ഷിച്ച് വലുതായിരുന്നു. അതായത് 2016 അവിടെ പിണറായി വിജയൻ നേടിയത് 87,000 ആയി. അതിൽ നിന്നാണ് 95,000 ആയത്. അന്ന് INCക്ക് 50,000 ആയിരുന്നു, BJPക്ക് 12,000 ആയിരുന്നു. 2011 കണക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വിക്ടറി ആയിരുന്നു ഈ പറയുന്ന രീതിയിൽ അവിടെ ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതായത് 72,000 സംതിങ് വോട്ടുകൾ അന്ന് ഇടതുപക്ഷം നേടി. INC 57,000, BJPക്ക് 4,000 സംതിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വോട്ട് ശതമാനം ഉയർന്നാണ് അവിടെ വന്നിരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് മുഖ്യമന്ത്രി തന്നെ മത്സരിച്ചപ്പോഴത്തേക്കും. പക്ഷേ 2021 ഈ ഭൂരിപക്ഷം കുറയാനായിട്ടുള്ള സാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വന്ന സർവേ റിസൾട്ടും സൂചിപ്പിക്കുന്നത്. അതായത് അവിടെ കോൺഗ്രസിന് വോട്ട് കൂടുകയും INC ഈ പറയുന്ന തോതിൽ ഇടതുപക്ഷത്തിന് പിണറായി വിജയന് ഭൂരിപക്ഷം കുറയുന്ന തരത്തിലോട്ട്, വോട്ട് കുറയുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറും. പക്ഷേ വിജയം അവിടെ ഇടതുപക്ഷത്തിനാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ വോട്ട് ശതമാനം കണക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വിന്നിങ് പെർസെൻറ്റേജ് അവിടെ കാണിക്കുന്നില്ല. അതായത് ഈ പറയുന്ന തോതിൽ അവിടെ പിണറായി വിജയൻ വിജയിക്കും, ഭൂരിപക്ഷം പക്ഷേ ഒരു ഇടിവ് സംഭവിക്കുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അതായത് 2021 നേടിയ ആ ഒരു വലിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ 95,000 സംതിങ് വോട്ടുകളിലേക്ക് എത്താനായിട്ട് 2026 പിണറായി വിജയന് സാധിക്കത്തില്ല എന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അതായത് അത് ഒരു ഇടിവ് സംഭവിക്കുന്ന പോലെ കാര്യങ്ങൾ മാറും. അതായത് 2021 ലഭിച്ച വോട്ടോ അല്ലെങ്കിൽ 2016 ലഭിച്ച വോട്ടോ കിട്ടാനായിട്ട് സാധ്യത കുറവാണ് എന്നാണ് ഈ ഒരു സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വോട്ട് ഇനി 70,000 താഴെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, അതല്ല 75,000 താഴെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നാണ് നോക്കാനായിട്ടുള്ളത്. അവിടെ INCക്ക് കോൺഗ്രസിന് വോട്ട് കൂടുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അത് ഏകദേശം ഈ പറയുന്ന തോതിൽ ഒരു ടൈറ്റ് ഫൈറ്റ് ആയിട്ട് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം. അതായത് വോട്ട് ശതമാനം ഉയർന്നാലും അവിടെ പിണറായി വിജയന് അവിടെ വിജയിക്കാൻ സാധിക്കുമെന്നുള്ളത് ഈ സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഭൂരിപക്ഷം ഒരു ഇടിവ് സംഭവിക്കും,
നല്ലൊരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. BJP വോട്ടുകൾ നോക്കുമ്പോഴത്തേക്കും BJPക്ക് വലിയ തോതിലുള്ള ഒരു വോട്ട് മുന്നേറ്റം ഉണ്ടാവത്തില്ലെങ്കിലും ഈ കഴിഞ്ഞ തവണ നേടിയേക്കാട്ടിലും വോട്ട് കുറച്ചുകൂടി വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇടതുപക്ഷ വോട്ടുകൾ കുറയുകയും അതേസമയം INC വോട്ടുകളും BJP വോട്ടുകളും കൂടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഭൂരിപക്ഷം മുഖ്യമന്ത്രിക്ക് കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ഒരു വിജയം അവിടെ സാധ്യമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. എന്തായാലും ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ്. ഇനി യഥാർത്ഥ റിസൾട്ട് എന്താണ്, ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ധർമ്മടം പോലുള്ളൊരു മണ്ഡലം തുടർച്ചയായി ഇടതുപക്ഷം വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലം, അതോടൊപ്പം തന്നെ കാര്യമായിട്ടും ഭൂരിപക്ഷം നേടാൻ സാധിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അവിടെ മുഖ്യമന്ത്രി തന്നെ മത്സരിക്കുമ്പോഴത്തേക്കും ആ ഭൂരിപക്ഷത്തിന് ഒരു ഇടിവ് സംഭവിക്കുകയാണെങ്കിൽ തന്നെയും അതൊരു തിരിച്ചടിയായിട്ട് കാണാമെന്നുള്ളതും വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്താണ്, അതായത് ഭരണത്തിൽ എത്താൻ സാധിക്കുന്ന തരത്തിലോട്ട് ഇടതുപക്ഷത്തിന് കാര്യങ്ങൾ മാറ്റാൻ സാധിച്ചാൽ അതൊരു നേട്ടമായി മാറാം, ഭൂരിപക്ഷം കുറഞ്ഞാലും. പക്ഷേ ഭരണത്തിലും എത്താൻ സാധിക്കാത്ത രീതിയിൽ ഈ പറയുന്ന തോതിൽ ഭൂരിപക്ഷവും മുഖ്യമന്ത്രി മത്സരിച്ച മണ്ഡലത്തിലും ഭൂരിപക്ഷം കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത് ഒരു തിരിച്ചടിയായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയേക്കാം. അതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ളൊരു മണ്ഡലം തന്നെയാണ് ധർമ്മടം എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഈ പറയുന്ന തോതിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും അവർക്ക് ഭരണത്തിലെത്താൻ പറ്റുന്ന തരത്തിലോട്ടുള്ള സീറ്റുകൾ ലഭിക്കുമോ, അത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. അതിൽ തന്നെ മുഖ്യമന്ത്രി മത്സരിക്കുന്ന മണ്ഡലത്തിൽ വീണ്ടും ജയിച്ചാൽ മുഖ്യമന്ത്രി ആവാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് പിണറായി വിജയന് തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയും ധർമ്മടത്ത് എന്താണ് സംഭവിക്കുന്നത്, ഭൂരിപക്ഷം കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, അതല്ല ഇനി സർവേകളെ വെല്ലുന്ന തരത്തിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ, വോട്ട് 1,00,000-ന് മുകളിൽ പോകുന്ന തരത്തിലോട്ട് പിണറായി വിജയന് കാര്യങ്ങൾ മാറ്റാൻ സാധിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സർവേ റിസൾട്ട് പോലെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നതെങ്കിൽ ധർമ്മടത്ത് ഇടതുപക്ഷത്തിന് വോട്ടുകൾ കുറയുമെന്നും അതേസമയം INCക്ക് വോട്ടുകൾ കൂടുമെന്നും BJPക്കും നേരിയ തോതിൽ വോട്ടുകൾ കൂടാനായിട്ടുള്ള സാധ്യതയും നിലനിൽക്കുന്നു എന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. പക്ഷേ കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. സർവേ റിസൾട്ടുകൾ പോലെ തന്നെയാണോ ഇനി ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നത്, അതല്ല സർവേ റിസൾട്ടുകളെ വെല്ലുന്ന തരത്തിലോട്ടുള്ള ഒരു വിധിയാണോ ധർമ്മടത്ത് വരാൻ പോകുന്നത് എന്നുള്ളത് കണ്ടു തന്നെ അറിയാം.